ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. റിമോട്ടോ? പിന്നെ പോടി. ചേട്ടന്മാരെ റിമോട്ട് താ ചേട്ടാ. ഇല്ല. എന്തൊരു കാഷ്ടം, നിന്നോട് ആരപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എനിക്കിപ്പത് മെനക്കേടാ. റിമോട്ട് താ. റിമോട്ടൊന്നും തരാൻ പറ്റില്ല. കിച്ചേട്ടാ താ. അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നിനക്ക് തലക്കിന് സൂക്കേടുണ്ടോ? നിന്റെ അസുഖം എനിക്കില്ല. അത് ഇന്നലെ രാത്രി ഞാൻ കണ്ട്. ഇന്നലെ രാത്രി എന്ത് വേണ്ടിക്കാ? നിന്നോടാരാ രാത്രി 12 മണിക്ക് ചിരിക്കാൻ പറയുന്നേ? രാത്രി കിടന്ന് ചിരിച്ചിക്കേ? എത്ര മണിക്ക്? ഒരു 12 മണിക്ക്. തൂക്കിയോ നാദാ? കാര്യം പറ. എന്ത് കാര്യം? ഒരു കാര്യമില്ലല്ലോ. അല്ല, നീ ഫോണിലാന്നാ എനിക്ക് തോന്നിയത്. ആരാ രാത്രി 12 മണിക്കൊക്കെ വിളിക്കാൻ? ആരുണ്ടാവാൻ? ആരില്ല. അത് മീരയാ. മീര തന്നെ അല്ലേ? പിന്നെ വേറെ ആര്? അല്ല, പറയാൻ പറ്റൂല, നീ ആയതുകൊണ്ട്. ചേട്ടനാ ഞാൻ നോക്കൂലട്ടോ. പൊന്നേ, ജസ്റ്റ് മിസ്. ഈ മുള്ളമ്പന്നി ഞാനും തൂക്കിയിരുന്നെങ്കിൽ എന്റെ അന്ത്യം നടന്നേനെ. ഓ, ഈ അർജുനോട് ഞാൻ പറഞ്ഞതാ 2 ദിവസം ഒന്നും നിക്കല്ലേന്ന്. എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. ഞാനിപ്പോ എന്ത് ചെയ്യും? ചിന്നുനെ വിളിച്ചിട്ടാണെ എടുക്കുന്നുമില്ല. എന്ത് ബോറടിക്കുന്ന അമ്മേ? അർജുനും പോയി, മോട്ടും പോയി, ആരുമില്ല. അവളെ കൊണ്ട് ഞാനെന്ത് ചെയ്യാനാ? അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമില്ല. എനിക്കിപ്പോ ഒരു മൂടില്ല. എന്ത് പരിപാടി? വല്ല പാത്രം കഴുകാനാണെ ഞാൻ വരില്ലേ? എന്നാ വരാം. എനിക്കൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ലല്ലോ. ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് പൊട്ടത്തിയാ. ഇങ്ങനൊരു ആക്ടറല്ലേ? ഇതേപോലെ എത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇയാളെ. ഞാനും ആ കൂട്ടത്തിലൊരു പെൺകുട്ടി. ഭഗവാനെ, പറ്റാണെങ്കിൽ ഈ മുതൽ എനിക്ക് എന്നെ തന്നേക്കണേ. ഈ വൺ സൈഡിലൊക്കെ ഭയങ്കര അലമ്പാണല്ലേ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും. എന്തായാലും നോക്കാം. എന്നാലും എന്നോട് ആ ഡ്രസ്സ് കൊള്ളാന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ ഉണ്ട്. ആ നോട്ടത്തിലും ആ ചിരിയിലും ഒക്കെ എന്തൊക്കെയല്ലേ. എനിക്ക് നാണം വരുന്നു. അമ്മ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? നീ കണ്ടടാ. നമ്മളെന്താ ഇവിടെ? എന്ത് ഇപ്പൊ തുടങ്ങിയ വൈകുന്നേരം ആകുമ്പോ തീരും. എന്ത്? അമ്മ കളിക്കല്ലേ? എന്ത് തേങ്ങ പൊളിക്കാനോ? പിന്നെ തേങ്ങയൊക്കെ പൊളിച്ച് അതിന്റെ ഉള്ളിൽ തേങ്ങ കിട്ടുമ്പോ നല്ല എന്റർടൈൻമെന്റ് അല്ലേ? ഇതാവുമ്പോ നിനക്ക് എന്റർടൈൻമെന്റ് ആവും, എനിക്ക് പണി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. എനിക്ക് തേങ്ങ പൊളിക്കാനൊന്നും അറിയില്ല. സാജിനെ, നിന്നോടിപ്പോ ഞാൻ മര്യാദക്കാ പറഞ്ഞേ. ഇനി നിനക്ക് ചൂരൽ വെച്ച് ഞാൻ പറഞ്ഞു കാണിച്ചു തരട്ടെ? എന്തോന്നമ്മ, എനിക്ക് ഇത്ര പ്രായമായില്ലേ? അതുകൊണ്ടാ പറഞ്ഞേ, വീട്ടിലെ പണിയൊക്കെ എടുത്ത് പഠിച്ചേച്ചോ. കല്യാണം കഴിഞ്ഞാലേ ആ പെൺകുട്ടി ഇതൊക്കെ ചെയ്യുന്ന നിൽക്കുന്ന എത്ര ഉറപ്പ്? അവള് നല്ല കുട്ടിയാ, ഇതൊക്കെ ചെയ്തോളും. അങ്ങനെയല്ല, അല്ല, ഭാവിയിൽ വരാൻ പോകുന്ന പെൺകുട്ടി അവള് ചെയ്തോളായിരിക്കും. എന്തോ ആശുപത്രിക്ക് അമ്മ മാറിക്ക്, ഞാൻ തേങ്ങ പൊളിക്കാം. എനിക്ക് ഇഷ്ടമല്ല ഈ പണി. എന്തേ? എന്തിന്? അതെന്തിപ്പ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഡൗട്ട്? എന്തേ, അമ്മ എവിടെയും കണ്ടുവെച്ചിട്ടുണ്ടോ? അതൊക്കെ സമയമാകുമ്പോ പറയാ. എന്റെ പൊന്നോ അമ്മ, ഈ വിഷയം വിട്ടേ. ഞാനിത് തേങ്ങ പൊളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുതരാം. രസമുണ്ടോ? എന്നാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അനുവോ, ഈ ചെക്കൻ എന്നെ ഒന്ന് വൃത്തിക്ക് മാറ്റാൻ സമ്മതിക്കൂല. കേറി വാ. പോവാ. അനു, ഇതൊക്കെ ഇല്ലീഗൽ അല്ലേ? സാരി ഉടുക്കുന്നതല്ല, ഇത്ര ഭംഗിയാവുന്നതൊക്കെ. ഒന്ന് പോയാടുന്നേ. ശരിക്കും രസമുണ്ടോ? ഇല്ലേ പറ, വല്ല ചുരിദാർ എടുത്തിടാം. എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? എന്തൊക്കെയാടാ ചോദിക്കുന്നേ? നിന്റെ കിളി പോയാ?
പോയിന്നാ തോന്നുന്നേ. അർജുനെ വേറെ രസമുണ്ടോ? രസം ഉണ്ടോന്നോ? കണ്ണെടുക്കാൻ തോന്നില്ല. അർജുന്റെ വൈഫല്ലേ, കുറച്ച് കിടക്കട്ടെ. നീ ഇങ്ങനെ പോയാ അർജുന്റെ വൈഫാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് ഇതിന് മാത്രം വില ഒന്നും അവിടെ ഇല്ല. പക്ഷെ എനിക്കുണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, ഐ ലവ് യു സോ മച്ച്. ചെക്കനെ കൊണ്ട് പോയ ഉടനെ എനിക്ക് 2-3 ഫോട്ടോ എടുത്തരോ? ഓ, എത്ര എണ്ണം വേണം നിനക്ക്? പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. എന്തേ? ഈ ഷർട്ടും കൊണ്ടും രസം കേട്ടോ. എനിക്കും ഒന്നുകൂടി കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ആരെ? ദേ ഇയാളെ തന്നെ. എന്നാ നമുക്കങ്ങ് നടത്തിയാലോ? ഞാൻ റെഡിയാ. എന്റെ കണ്ണനെ ഇപ്പൊ തട്ടില്ലോ നിനക്ക്? അത്രയ്ക്കൊക്കെ ഭംഗിയുണ്ടോ? പിന്നില്ലാതെ. എടി, നിന്റെ ഭംഗി നിനക്ക് മനസ്സിലാവായിട്ടാണ്. ഈശ്വര, ഇതിപ്പോ എനിക്ക് പണിയാവല്ലോ. അതെന്തോ? ചെക്കന്മാരെ ഒഴിപ്പിച്ചു വിടണ്ടേ? മതി മതി പൊക്കിയത്. നമ്മൾ ഇവിടെ നിന്ന് കഥ പറഞ്ഞാലേ അവിടെ കല്യാണം തീരും. വാ, അതിനു മുന്നേ നമുക്കൊരു സെൽഫി എടുക്കാം. ഓക്കെ ഓക്കെ. ഹലോ. ഹലോ. എന്താ കുട്ടാ, പറ. സാജിനേട്ടൻ എവിടെയാ? ഞാനെവിടെ? എന്റെ വീട്ടില്. വീട്ടിലെന്തിയാ? തേങ്ങ പൊളിക്ക. തേങ്ങ പൊളിക്കേ? അതെ, തേങ്ങ പൊളിക്ക. എന്തേ നിനക്ക്? സാജിനേട്ടാ. എന്താ? എന്നെ കൂട്ടാൻ വരുമോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. വേറെ എങ്ങോട്ട്? എവിടെ പോവാനാ? എവിടെയും പോവാനൊന്നല്ല, എനിക്കിവിടെ ജീവിച്ച് മടുത്ത്. നീ എന്തൊക്കെയാ പെണ്ണെ പറയുന്നേ? സാജിനേട്ടൻ എന്നെ ഇഷ്ടാണോ? അങ്ങനെയാണ് എന്നെ കൂട്ടിക്കൊണ്ടു അവിടുന്ന്. എനിക്ക് വയ്യ ഈ കാലമാടന്റെ കൂടെ ജീവിക്കാൻ. ആരാണ് ഈ കാലമാടൻ? നിന്റെ ചേട്ടനാ? പിന്നെ അല്ലാണ്ട് വേറെ ആര്? എന്തൊരു കഷ്ടാന്നറിയോ? ഞാൻ വരൂല. ഞാനെങ്ങാനും അങ്ങോട്ട് വന്നാലേ അവൻ എന്നെ പിടിച്ച് അൽഫാമാക്കും. എന്തൊരു കഷ്ടാന്നറിയോ? ഇവിടെ ജീവിക്കാനേ പറ്റൂല. അവന് ഫുഡ് ഞാൻ എടുത്തു കൊടുക്കണം, അവൻ കഴിച്ച പാത്രം ഞാൻ കഴുകി വെക്കണം, ഒരു റിമോട്ട് തരൂല. ഓ, കഷ്ടപ്പാടാ. നിന്റെ ചേട്ടനല്ലേ, ചെയ്തു കൊടുക്ക്. ചേട്ടനാന്ന് വെച്ചോണ്ട് എനിക്ക് വയ്യ. ഇതിപ്പോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ നീ ഇതൊക്കെ എനിക്ക് ചെയ്തു തരണ്ടേ? സാജിനേട്ടന് ഞാൻ ചെയ്തു തരും, പക്ഷെ ഈ കുരങ്ങനെ എനിക്ക് ചെയ്തു കൊടുക്കാൻ വയ്യ. നീ ഇപ്പൊ ഈ പരാതി പറയാൻ എന്നെ വിളിച്ചേ? എനിക്ക് എന്റെ സങ്കടങ്ങളൊക്കെ ആരോടെയും പറയണ്ടേ? സാരില്ല, പോട്ടെ. നീ ഇതിന് കിടന്ന് കരയണ്ട. സാജിനേട്ടൻ ഇങ്ങോട്ട് വാ. ഞാൻ വന്നിട്ടെന്തിനാ? എനിക്ക് കാണണം. ഈ പെണ്ണിനെ കൊണ്ട് വല്ലാത്ത കഷ്ടായല്ലോ. പ്ലീസ്. വരാ, പക്ഷെ എപ്പോഴല്ല, ഒരു 5 മണി ആവട്ടെ, എന്നിട്ട് വരാട്ടോ. ഉറപ്പായിട്ടും വരണേ. പിന്നെ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റണ്ട, റൂട്ടുമ്പിൽ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഓ, ആയിക്കോട്ടെ. ശരി, എന്നാ ഞാൻ ഈ ബാക്കി തേങ്ങയും കൂടി ഒന്ന് പൊളിച്ചോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പഠിച്ചു വെച്ചോ, ആവശ്യം വരും. അയ്യടാ, വെച്ചിട്ട് പോടി കുരുട്ടെ. ശരി. എന്റെ ഈശ്വര, ഇതിനൊക്കെ ഞാൻ എങ്ങനെ കെട്ടാനാ? എന്റെ തേങ്ങ നിനക്ക് വല്ലതും അറിയോ? എന്റെ മോളെ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ. എന്റെ അമ്മേ, ഞാൻ കുറെ നേരമായിട്ട് ഇതിന്നെ കേട്ടോണ്ടിരിക്കണേ. ആരാ പറഞ്ഞേ? അമ്മേന്റെ മോൻ തന്നെ, വേറെ ആര്? ഓരോ നേരം ഗുളിക കഴിക്കുന്നത് പോലെ എന്നോട് പറയുന്നുണ്ട്. സ്നേഹം കൊണ്ടല്ലേ, വിട്ടേക്ക്. ഞാൻ ആദ്യമായിട്ട് എത്ര വലിയ കല്യാണത്തിനൊക്കെ വരണേ. അതെന്താ വീട്ടിൽ നിന്ന് കല്യാണത്തിന് കൊണ്ടുപോകില്ലേ? എന്നെയൊക്കെ ആര് കല്യാണത്തിന് കൊണ്ടുപോകാനാ? അത് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോവാം. എന്നോട് നിന്നെ കുറെ ആൾക്കാർ ചോദിച്ച്, എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ പുന്നാരമോ വന്നല്ലോ. ഹായ് ലേഡീസ്. എവിടെയായിരുന്നു? ഇന്നാ വിഷ്ണു ചോദിച്ചിരുന്നു. ഞാൻ കണ്ടോളാം. എവിടെ? എന്ത്? ഞാൻ ഇട്ടു തന്ന സാധനം എവിടെയെന്ന്. നീ ഇട്ടു തന്ന സാധനോ? അതാ. എടാ പൊട്ട, അതിന്റെ ചെയിൻ എവിടെ? ചെയിനോ? അത് പോക്കറ്റിലുണ്ട്. അത് നിനക്ക് പോക്കറ്റിലിടാനാ ഞാൻ തന്നെ. എടി, ചെയിനൊക്കെ ഇട്ട് നടക്കാൻ ഭയങ്കര ബോറല്ലേ? ഒരു ബോറുമില്ല, എടുത്തിട്ടെ. പിന്നടാ. അർജുന, നീ കൊണ്ടുപോയി കളയും. ഗോൾഡിന്റെ ചെയിനാണ്, എടുത്തിട്. ഞാൻ ഗോൾഡ് ഒന്നും ഇടയില്ല. നന്നായി, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ പറയുമ്പോ നീ ഇടയില്ലല്ലോ. എടുത്തിടുന്നോ? എടുത്തിടാ. അതിനു മുന്നേ ഞാൻ വേറെ സാധനം തരട്ടെ. എന്ത് സാധനം?
ചന്ദനാൻ ദാ ഇതെന്തിനാ മുല്ലപ്പൂ? മുല്ലപ്പൂ നീ എന്തിനാ യൂസ് ചെയ്യാറ്? തലയിൽ വെക്കാൻ. ആ അതിന് തന്നെ അത്. നിനക്ക് ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ട്. എന്റെ ഭഗവാനെ, എന്റെ മോൻ ഇത്ര റൊമാൻറ്റിക് ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ ഒരു റൊമാൻറ്റിക് ആണോ? എനിക്കില്ലടാ എന്ത്? മുല്ലപ്പൂ. ഇല്ലില്ല, ഇതെന്റെ പൊണ്ടാട്ടിക്ക. ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ? എന്തോന്ന് അമ്മേ. നടക്കട്ടെ നടക്കട്ടെ. എന്തോന്ന് അർജുനെ, എന്തേ? ഇവിടെ നിന്നാണ് മുല്ലപ്പൂ കൊണ്ടുതരുന്നേ? പിന്നെ കല്യാണത്തിനല്ല, കല്യാണം കഴിഞ്ഞിട്ടാണോ മുല്ലപ്പൂ വെക്കണ്ടേ? എന്നാലും അമ്മേന്റെ ഒക്കെ മുന്നിൽ എന്റെ അമ്മയല്ലേ, സാറില്ല. തിരിഞ്ഞേക്ക്, ഞാനിത് വെച്ചുതരാം. അതിന് എനിക്കിതൊക്കെ അറിയോ? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നേ? തിരി. അപ്പൊ വരാട്ടോ അർജുനെ, ഞാൻ വന്നിട്ട് പോയാ മതി നീ. ആ ഓക്കെ, വെച്ച് തരട്ടെ ഭാര്യയെ. ശരിയടാ ഭർത്താവേ. എന്താണ് നിനക്കൊരു നാണം? എന്ത് നാണം? അങ്ങനെയൊന്നുമില്ല. അതെ അതെ, മുഖത്ത് കാണാനേ ഇല്ല. എന്താണ് ശ്രുതികുട്ടിയെ എങ്ങനെയൊക്കെ പറയാമോ? അച്ഛനവിടെ? ആർക്കറിയാം, ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. ആ ചെയിൻ എടുത്തിടണേ. ആ പിന്നെ ഉം. ഓ ചേച്ചി, റൂമിൽ വെച്ച് പറയാൻ പറ്റിയില്ല. എന്ത്? ഐ ലവ് യു ടു. ശരിക്കും? കൂടെ പറഞ്ഞ. ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. എന്റെ ആവശ്യം വിളിച്ചോ. ശരി, ആ ചെയിൻ എടുത്ത് തരണേ. ആടോ. ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ? എപ്പോഴും ഇടയ്ക്ക്. അച്ഛന്റെ സ്വഭാവല്ലേ? അച്ഛൻ ഇങ്ങനെയാണോ? ഇതിലും കുറച്ചുകൂടി റൊമാൻറ്റിക്കാ. വെറുതെ അല്ല മോൻ ഇങ്ങനല്ലേ? അതെ. ഹലോ, എവിടെടി നീ? ഇറങ്ങി വാ, ഞാനിത് അവിടെ റൂട്ടിലുണ്ട്. ആ ഓക്കെ. എന്തൊരു ലുക്കാ. ഓയ്, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. ഉറങ്ങിപ്പോയി അതാ. ഉറങ്ങിപ്പോയാ? അതെ, ഞാൻ ചേട്ടനെ വിളിച്ചില്ലേ, കട്ടാക്കിയപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ആന്റി ഒന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നേ. അപ്പൊ നീ ഇത്രയും നേരം കിടന്നുറങ്ങിയാ? പിന്നെ ചേട്ടൻ ഇന്നലെ എപ്പോഴാ ഫോൺ വെച്ചത്? എപ്പോഴാ വെച്ചേ? 12:30 വെച്ചില്ലേ? ഞാൻ 9 മണിക്ക് ഉറങ്ങുന്ന ആളാ, അറിയോ? ഓ ക്ഷമിക്കടേ, നീ വിളിക്കൂല പോരെ? ആ അത് പറഞ്ഞപ്പോഴാ. നമ്മൾ ഇന്നലെ വിളിച്ചില്ലേ? അത് ഇന്നലെ ചേട്ടൻ കേട്ട്. എന്നിട്ടെന്താ? ഒന്നുമില്ല. രാവിലെ എന്നോട് ചോദിച്ചു, നീ ആരെ വിളിച്ചിട്ടാ ഈ 12 മണിക്കൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നേന്ന്. ഞാൻ പറഞ്ഞു മീരയാന്ന്. പാവണ്ട്. ആരുണ്ട്? ചേട്ടനോ? മീര. ആ അത് ശരിയാ. അല്ല, മോൻ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? ഞാൻ എങ്ങോട്ടും പോകാൻ ഇറങ്ങിയതൊന്നുമല്ല, നീ വിളിച്ചോണ്ട് വന്നതാ. അല്ല എന്തിനാ വിളിച്ചേ? ആ അതൊരു സംഭവത്തിനാ. ഒന്ന് ഇറങ്ങിന്നേ. ഇറങ്ങിക്കാനോ? ആ വണ്ടിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ. ഇറങ്ങിന്ന് പറ. അത് പിന്നെ എന്താ? ഇങ്ങനെ തന്നെ നിക്ക്. നിനക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. പിന്നെന്താണ്? എനിക്ക് ഷാജിനേട്ടനെ കുറെ മിസ് ചെയ്ത്. അതിന് ഇന്നലല്ലേ നമ്മള് കണ്ടേ? അതിനെന്താ മിസ് ചെയ്തൂടെ? ഈ പെണ്ണിന് പ്രാന്ത. ഷാജിനേട്ടന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് പ്രാന്ത. എന്റെ പൊന്നോ, ഇവിടെ നിക്ക. എന്തൊരു ചൂടാ! ഇത് താർ ഡെസേർട്ടോ? എടാ വിഷ്ണു, എടാ എനിക്ക് ഇഷ്ടപ്പെട്ടടാ. ആരെ? ദേ ആ വൈറ്റ് സാരി. ഷോ എന്തൊരു ഭംഗിയാ. എന്റെ ടൈപ്പല്ല. എന്റെ മോനെ, ഞാൻ വീണ്. ഇവന്മാരിതെന്താ സംസാരിക്കുന്നേ? വായി നോക്കായിരിക്കും, സ്വാഭാവികം. എടാ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടടാ. ഞാൻ പോയി പ്രപ്പോസ് ചെയ്യട്ടെ? നീ പോയി ചെയ്. ഇതിനു മാത്രം ഭംഗിയുള്ള ആരാ അവിടെ ഉള്ളത്? ഒന്ന് നോക്കണല്ലോ. ആരാ അവിടെ? അനു, എന്റെ മുന്നിൽ നിന്ന് എന്റെ ഭാര്യനെ തന്നെ വായി നോക്കുന്നല്ലേ? കാണിച്ചു തരാം. എടാ എന്നെ ഭംഗിയാടാ അവളെ. മിക്കവാറും ഞാനങ്ങ് കൊണ്ടുപോകും. നീ തൊട്ട് നോക്ക്. നീ കൊണ്ടുപോ. ഒരു ഫോട്ടോ എടുത്ത് വെക്കട്ടെ, അതാവുമ്പോ എനിക്ക് കല്യാണം ആലോചിക്കാലോ. എന്റെ ആഞ്ജനേയ സ്വാമി. അവളെ കണ്ണ് നോക്കടാ, അവളെ മൂക്ക് നോക്കടാ, അവളെ വായ നോക്കടാ. അത് നീ ആവശ്യത്തിനധികം നോക്കുന്നില്ലേ? അർജുനെ കൺട്രോൾ. ഓ ഫോട്ടോ കിട്ടി, ഫോട്ടോ കിട്ടി. ഇനി ഇത് കണ്ടോണ്ടിരിക്കാലോ. മുത്തേ, ചേട്ടൻ വരുന്നടി. എന്റെ കൺട്രോള് പോന്ന്. ഇനി ഞാനിങ്ങനെ നിന്നാ ശരിയാവൂല. ഡാ വിഷ്ണു. ഓ എന്താ അർജുനേട്ടാ? ഇതാരാ? ഇതോ? ഇത് വിവേക്, എന്റെ ഫ്രണ്ടാ. ഓ വിവേക് ഒന്ന് വരുമോ? എങ്ങോട്ടാ ബ്രോ? ഒരു സമ്മാനം തരാനാ. എന്ത് സമ്മാനം? അത് പിന്നെ ഇവിടെ ബ്രൈഡിനും ഗ്രൂമിനും ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ചെക്കന്മാരെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു.
ഒന്ന് വരുമോ? ഓ അതിനെന്താ, ഞാൻ വരാലോ. ചേട്ടൻ പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ കാണാൻ കൊള്ളാം എന്നാണല്ലോ പറഞ്ഞത്. അതെ അതെ. അല്ലടാ വിഷ്ണു, ഇതാരാ? ഇതെന്റെ അമ്മേന്റെ ചേച്ചിന്റെ മോനാ, അർജുൻ. ഓ ഹായ് അർജുൻ ബ്രോ, ഞാൻ വിവേക്. ശരി, നീ ഒന്ന് വാ. ഓ വരാലോ, വാ. അല്ല ബ്രോ, ഞാനെന്ത് ചെയ്യണ്ടേ? നീയൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അല്ല നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ ആകുമ്പോൾ നിനക്ക് നല്ല കളക്ഷൻ കിട്ടും. കുറെ ടൈപ്പ് ഫോട്ടോസ് എടുക്കാലോ. എന്താ ബ്രോ? അല്ല, നിനക്ക് എന്റെ ഭാര്യന്റെ ഫോട്ടോ എടുത്ത പോലെ ബാക്കിയുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കണ്ടേ? ചേട്ടന്റെ ഭാര്യയോ? അതെ, നീ നേരത്തെ ഫോട്ടോ എടുത്തത് എന്റെ ഭാര്യനെ. കോമഡി അടിക്കല്ലേ ചേട്ടാ? എന്താണോ നിനക്ക് ഇത്ര സംശയം? അത്രയും ഭംഗിയുള്ള പെൺകുട്ടി നിന്റെ വൈഫ്, ഞാനിപ്പോ വിശ്വസിക്കാം കേട്ടോ. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. മര്യാദയ്ക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തോ. പിന്നെ നീ പറയുമ്പോഴത്തേ അങ്ങോട്ട് ഡിലീറ്റ് ആക്കല്ലേ? വിവേകേ, ഞാൻ മര്യാദയ്ക്കാ പറയുന്നത്. ഡിലീറ്റ് ആക്കിക്കോ. വെറുതെ എന്റെ വൃത്തികെട്ട സ്വഭാവം പുറത്തെടുക്കരുത്. പിന്നെ ഒന്ന് പോടാ, നീ ആരെ പേടിപ്പിക്കുന്നേ? മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലടാ. ബ്രോ 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 അടങ്ങ് ബ്രോ. നിന്റെ നാവ് ഇപ്പൊ ബ്രോന്നൊക്കെ വിളിക്കും അല്ലേ? മര്യാദയ്ക്ക് അവളെ ഫോട്ടോ ഡിലീറ്റ് ആക്കിക്കോ. ഇല്ലെങ്കിൽ ഇനിയും ഡിലീറ്റ് ആക്കാം. അടങ്ങ്. നീ ഡിലീറ്റ് ആക്ക്, എന്നിട്ട് ഞാൻ വിടുന്നുള്ളൂ. ഇങ്ങനെ കൊന്നിട്ട് വിളിച്ചാൽ ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. എന്തേ ഡിലീറ്റ് ആക്കുന്നില്ലേ? ആക്കാം. ആക്കിണ്ട് ബ്രോ. എന്നാ ഞാനങ്ങോട്ട് പോയിക്കോ. ഓക്കെ ബ്രോ, കാണാം. ശരി. അമ്മേ, ഇപ്പൊ ചത്താനെ. ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഇതെന്താ കൈന്റെ മുകളിൽ ഒരു നീറ്റല്? കൈ ഇങ്ങനെ മുറിഞ്ഞേ. പോട്ടെ. എന്റെ പൊന്നെ, എന്തൊരു ചൂടാ. നീ ഇവിടെ ഉണ്ടേനോ? താഴെ ഭയങ്കര ചൂട്, അതാ. എന്ത് പറ്റി? ഒന്നും പറ്റില്ലല്ലോ. ഇങ്ങോട്ട് വാ. എന്തേ? ഇങ്ങോട്ട് വാ. എന്തേ? ഇവിടെ ഇരിക്കി. എന്തിനാ? അർജുനേട്ടാ. പറ, എന്ത്? എന്താ സംഭവം പറ. ഒരു സംഭവമില്ല അർജുനെ, എനിക്ക് ഇഷ്ടല്ല കേട്ടോ ഇത്. എന്ത്? ഈ കള്ളത്തരം പറിച്ചില്ലേ. സത്യം പറഞ്ഞേ. ഒന്നുമില്ല. കഴിക്കും തെറ്റി. എന്തു പറ്റാനാ? ഇതെന്താ? ആർക്കറിയാം. എന്താ അർജുന, ഒന്ന് ശ്രദ്ധിച്ചൂടാ നിനക്ക്? സത്യം പറ, എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. അത് നിന്റെ മോൻ കണ്ടാലേ അറിയാം. പറ. എടാ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതെങ്ങനെ മുറിഞ്ഞതാന്ന് പോലും എനിക്കറിയില്ല. സത്യം പറ അർജുനെ. നീ എന്തിനിത്ര ഇമോഷണൽ ആവുന്നേ? അത് സാരില്ല, വിട്ടേക്ക്. പിന്നെ ഇമോഷണൽ ആവൂലേ? നീ എന്തിനിത്ര ടെൻഷൻ അടിക്കുന്നേ? എന്റെ കയ്യിലല്ലേ മുറിഞ്ഞേ. ഞാൻ ടെൻഷൻ അടിക്കണ്ട. എന്തിന്? കുരങ്ങ്. വീട് മതി. വേദന ഉണ്ടോ? വേദന കുറച്ചു നേരം മുന്നേ ഉണ്ടേനു, ഇപ്പല്ല. ഞാൻ മരുന്ന് എന്താ വെച്ചിട്ടെ? വേണ്ട. ഉറപ്പല്ലേ? ആടാ, നീ എന്തിനിത്ര ടെൻഷൻ ആവുന്നേ? ചെറിയൊരു മുറിവാണ്, അത് മാറിക്കോളൂ. നമ്മളിന്ന് വീട്ടിൽ പോലെ പോണോ? പോവാ. എനിക്ക് നിന്നെ ഇവിടെ നിർത്തുന്ന അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. അതെന്താ? ആർക്കറിയാം, എനിക്ക് സേഫ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് പോവാ. ശരി, പോവാ. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഭയങ്കര ഓവർ പൊസസീവ് ആണോ? അതെന്താ അങ്ങനെ? അല്ല, നിന്നെ വേറെ ചെക്കന്മാര് നോക്കുമ്പോ എനിക്കെന്തോ പോലെ, അതാ ചോദിച്ചേ. ഓവർ പൊസസീവ് ആണോ ഞാൻ? നീ ഓവർ പൊസസീവ് ആവുന്നതിന് എനിക്കിഷ്ടം. ശരിക്കും? അതെ. അപ്പൊ കുഴപ്പമില്ല. ഇനി എന്തിനെങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? ചിരിക്കടാ. നിന്റെ ചിരിച്ച മുഖം കാണാൻ എനിക്കിഷ്ടം, അല്ലാതെ ഈ മുഖമല്ല.